എല്ലാ സൃഷ്ടികളും ആനന്ദഗീതമുതിർക്കട്ടെ. ലോകത്തിലും ലോകത്തിനു മുകളിലുമുള്ളതെല്ലാം സന്തോഷത്തോടെ ആഘോഷിക്കട്ടെ. ഇന്ന് എല്ലാ വസ്തുക്കളുടെയും സ്രഷ്ടാവിൻ്റെ സങ്കേതം നിർമ്മിക്കപ്പെട്ട ദിവസമാണ്. മറിയത്തിൻ്റെ ജന്മദിനം. അതെ, അമ്മയുടെ ജന്മദിനം ആനന്ദത്തിൻ്റെ ദിനമാണ്, രക്ഷയുടെ ദിനമാണ്. അമ്മയുടെ ജന്മദിനം മക്കളുടെ ആനന്ദ ദിനമാണ്. അർണോസ് പാതിരി ഈ മറിയത്തെ വിശേഷിപ്പിക്കുന്നത് എത്ര ഭംഗിയായിട്ടാണെന്നറിയാം. അദ്ദേഹം പറയുന്നു, മറിയം ആരാണ്? ഒരു ചെടിയിൽ കനി ഉണ്ടാകുന്നതിന് മുൻപ് പുഷ്പം വിരിഞ്ഞിരിക്കും. അതെ, മറിയം ക്രിസ്തുവാകുന്ന കനിക്ക് മുൻപ് വിരിഞ്ഞ പുഷ്പമാണ്. ഏതൊരു മഴയ്ക്ക് മുൻപിലും ഒരു മേഘം രൂപപ്പെടും. മറിയം ആ മേഘമാണ്, ക്രിസ്തു മഴയാണ്. സൂര്യൻ ഉദിക്കും മുൻപ് ഒരു ശുക്രനക്ഷത്രം ദ്യോവിലുണ്ടാകും. ക്രിസ്തു ആകുന്ന സൂര്യന് മുൻപേ കടന്നു വന്ന ശുക്രനക്ഷത്രമാണ് മറിയം. വരണ്ട ഭൂമിക്ക് സ്വർഗം നൽകിയ വർഷമേഘമാണ് മറിയം. രാജാധിരാജനായ ക്രിസ്തുവിന്, ഈശോയ്ക്ക് എഴുന്നള്ളിയിരിക്കാനുള്ള സിംഹാസനമാണ് മറിയം. സർവദോഷത്താൽ വലയും മർത്യരെ സർവദോഷോത്തരം ചെയ്തു രക്ഷിപ്പാൻ സർവേശൻ നരനാവാൻ ജനനിയായി സർവനിർമ്മല കന്നി പിറന്നിതു. മാനുഷകുല രത്നശ്രേഷ്ഠമിത് തിന്മയകറ്റ ഗുണഗണശാലിനി. മനുഷ്യകുലത്തിൻ്റെ ശ്രേഷ്ഠരത്നമായ മറിയം തിന്മയേൽക്കാത്ത ഗുണഗണശാലിനിയാണെന്ന് പറയുകയാണ്. ദുർലോകത്തിന് അപജയ കാരണം സ്വർലോകത്തിനു മാന്യമ സ്ത്രീവര. ഈ ലോകത്തിൻ്റെ എല്ലാ ദുഷ്ടതയ്ക്കും സ്വർലോകത്തിൻ്റെ മാന്യതയായി മറിയം നിൽക്കുകയാണ്. കറയറ്റ നൈർമല്യം ധരിച്ചവൾ, കുറവൂന ധർമ്മങ്ങളുടെ ഭാജനം. നിർമ്മല കന്യകയാണവൾ, കുറവേശാത്ത ഭാജനമാണ്. ജനിച്ചന്നേ സമ്പൂർണ്ണ. കാരണം ദൈവമാണ് അവളെ തെരഞ്ഞെടുത്തത്. ചന്ദ്രൻ പോലെ മനോജ്ഞ പ്രഭ വീശി തുടങ്ങിയാൾ. സൂര്യനല്ല, സൂര്യൻ ക്രിസ്തുവാണ്, ഈശോയാണ്. അതുകൊണ്ട് ചന്ദ്രനെ പോലെ പ്രഭ വീശുകയാണ് മറിയം. പാപത്തിനുടെ നിഴലും തൊട്ടില്ല, തമ്പുരാൻ ഇഷ്ടപുണ്യമെല്ലാമുണ്ട്. പാപത്തിൻ്റെ നിഴലേൽക്കാതെ തമ്പുരാന് ഇണങ്ങുന്ന ഇഷ്ടപുണ്യങ്ങളെല്ലാം നിറഞ്ഞ വ്യക്തി. ജന്മദോഷ നിഴൽ പോലും തീണ്ടാതെ നന്മയിൽ മുളച്ചുണ്ടായ നിർമ്മല. റൂഹാദ കുദശായ അവളെയുടൻ മഹാസ്നേഹത്താൽ അലങ്കരിച്ചിത് ആത്മാവിനുടെ സാമർത്ഥ്യമായവ സമ്മതിച്ചു കൊടുത്തു പ്രിയത്തോടെ. മാലാഖമാർക്കും മാനുഷർക്കുമുള്ള ആത്മപുഷ്ടി ഇതിനോടൊത്തുവരാ. മാലാഖമാർക്കും മനുഷ്യർക്കുമുള്ള ആത്മാവിൻ്റെ പുഷ്ടി ഇതുമായിട്ട് തുലനം ചെയ്യുമ്പോൾ ഒന്നുമല്ലെന്ന് പറയുകയാണ്. പുത്രൻ തമ്പുരാന് ജനനിയാവാൻ മർത്യരത്നത്തെ വരിച്ചു കൈക്കൊണ്ടു. ഈശോയ്ക്ക് ജനനം കൊടുക്കാൻ മർത്യരിൽ നിന്ന് മറിയത്തെ തിരഞ്ഞെടുക്കുകയാണ് ദൈവം. ബാവാ പുത്രി ഇവൾ എന്നതുപോലെ സർവത്തെക്കാളും ഏറെ സ്നേഹിച്ചിതു. മാലാഖമാരിൽ പ്രധാനികൾ അവർ വേലയ്ക്കു നിൽപ്പാൻ ഏറെ ആഗ്രഹിച്ചു. മാലാഖമാരിൽ സർവരും മറിയത്തിന്, ദൈവം തിരഞ്ഞെടുത്ത മറിയത്തിന് വേല ചെയ്യാൻ ഒരുങ്ങി നിന്നുവെന്നാണ് പറയുക. സർവഭൂതരും ആദരിപ്പാനായി മറിയമെന്ന നാമധേയമിതു. എല്ലാവർക്കും വണങ്ങാൻ വേണ്ടി മറിയം എന്ന നാമം ദൈവം കൊടുക്കുകയാണ്. ത്രിലോകത്തിലും പൂജ്യമാം നാമത്തെ കൽപ്പിച്ചു പേരുമിട്ടു സർവേശ്വരൻ. ജനിച്ചന്നേ തികഞ്ഞു ബുദ്ധിപ്രഭാ, മാനസത്തെ നടത്തും യഥോചിതം. അതെ, വാക്കുകളിൽ ഒതുങ്ങാത്ത വികാരമാണ് അമ്മ. ആ അമ്മയെ വർണ്ണിക്കാൻ ഏതു ഭാഷ, ഏതു വികാരം, ഏതു ചിന്ത, ഏതു ധ്യാനം, എല്ലാത്തിനും അപ്പുറമാണ് ഈ ജന്മദിനത്തിൽ അമ്മയെക്കുറിച്ച് ഓർമ്മിക്കാൻ
അമ്മയുടെ ജന്മം നമ്മുടെ രക്ഷയുടെ അനുഭവമാണെന്ന് തിരിച്ചറിയാനുമുള്ള ആ വലിയ സന്തോഷവും ആനന്ദവും നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കാം. അമ്മേ, ഹാപ്പി ബർത്ത്ഡേ.